Hello, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഈ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്ക് മീ എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആരും ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻസ്റ്റയിൽ കുറച്ച് പേര് 10-15 പേര് അത്രയൊക്കെ വരത്തുള്ളൂ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം എനിക്ക് വേറെ ഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ബുക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിനുള്ള ഉത്തരം പറയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈഫിലെ മെയിൻ പ്ലാൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈഫിലെ മെയിൻ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ കടങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റണം, പിന്നെ പഠിക്കാൻ പോകണം, പിന്നെ ഹൈസ് ബേബിക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്യാഷ് കണ്ടെത്തണം. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ലൈഫ് പ്ലാൻ. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, അതൊക്കെയാണ് ഇപ്പോഴത്തെ ലൈഫ് പ്ലാൻ. അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും എനിക്കില്ല. അതൊക്കെയാണ് ലൈഫ് പ്ലാൻ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇത്താക്ക് എങ്ങനെയാണ് ഇത്രയും ശത്രുത കാണിക്കുന്നവരുടെ മുമ്പിലും എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും ഇടപഴകാനും കഴിയുന്നത്? ഒരിക്കലും ഞാനായിരുന്നെങ്കിൽ ചെയ്യില്ലായിരുന്നു. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ നാളെ കാണാനില്ല. അതുപോലെ തന്നെ അവർ ചെയ്തതുപോലെ ആരും ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർ നമ്മളടുത്ത് ചെയ്യും പോലെ നമ്മളും തിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അപ്പോൾ നമ്മൾ ആരോട് ശത്രുത കാണിക്കാതിരിക്കുക. ആരെന്ത് കാണിച്ചാലും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടുക. അവിടെയാണ് നമ്മൾ ജയിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. മുമ്പ് ഞാൻ അങ്ങനെ അല്ലായിരുന്നു. എന്നോട് എന്താണോ കാണിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ലൈഫിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കുകയും കുറേ തിരിച്ചറിവുകൾ ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ആരും എന്തോ കാണിക്കട്ടെ, നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മുമ്പോട്ട് പോവുക, അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് പെരുമാറുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. അതാണ് എൻ്റെ തീരുമാനം. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ മാറിയത്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും മോള് പറയരുത്. നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഒരാൾ നമ്മളടുത്ത് ചെയ്യുന്നത് പോലെ നമ്മൾ തിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ: ഇപ്പോൾ കറൻ്റ്ലി എവിടെയാണ് താമസിക്കുന്നത്? ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. സ്ഥലമാണ് ഉദ്ദേശിച്ചെങ്കിൽ, ജില്ലയാണ് ഉദ്ദേശിച്ചെങ്കിൽ ട്രിവാൻഡ്രം, സ്ഥലമാണെങ്കിൽ ട്രിവാൻഡ്രം നെടുമങ്ങാടാണ് എൻ്റെ സ്ഥലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത്താക്ക് മുമ്പോട്ട് ഇനിയും പഠിക്കാൻ താല്പര്യമില്ലേ? പഠിക്കാനൊക്കെ താല്പര്യമുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മുടെ ഹൈസ് ബേബിയുടെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോവാതെ നിൽക്കുന്നത്. പിന്നെ എൻ്റെ +2 സർട്ടിഫിക്കറ്റ് ഒരിടത്ത് പെട്ടിരിക്കുവാണ്. അത് എടുക്കണമെങ്കിൽ കുറച്ച് ക്യാഷ് വേണം. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. മുന്നോട്ട് പഠിക്കണമെന്നും ആഗ്രഹമുണ്ട്. നോക്കാവേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: റിലേറ്റീവ്സും നാട്ടുകാരും ഒക്കെ വീഡിയോസ് കണ്ടിട്ട് എന്താണ് പറയാറുള്ളത്? സപ്പോർട്ട് ചെയ്യാറുണ്ടോ? സത്യം പറഞ്ഞ പുച്ഛം, ഒറ്റ വാക്കി പറഞ്ഞ പുച്ഛം. അത് മാത്രമേ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിലേറ്റീവ്സോ നാട്ടുകാരോ ആരും ഇല്ല. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞ പുച്ഛം, അത്രേ ഉള്ളൂ. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞുതരാം, പുച്ഛം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എൻ്റെ ലൈഫിൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് എനിക്ക് ആകെ ഒരു ഇൻസിഡൻറ്റ് മാത്രമേ എനിക്ക് വിഷമകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ, കാരണം യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതായപ്പോഴും ഞാൻ ഇൻസ്റ്റയിലായിരുന്നു വ്ളോഗും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് എൻ്റെ ഈ അക്കൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടുന്നത് തന്നെ ഈ നോമ്പിൻ്റെ തലേ ദിവസമാണ് എനിക്ക് നമ്മുടെ അക്കൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടുന്നത് കേട്ടോ. അത്രയും ദിവസം വരെ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു അകന്ന റിലേറ്റീവ്, എൻ്റെ മാമാടെ മോള്
എന്നോട് പറഞ്ഞു അവൾക്കൊരു മെഹന്തിയുടെ പേജുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടാ എനിക്കൊരു വീഡിയോ ചെയ്തു തരുമോ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ നിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടല്ലോ, അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് വർക്ക് കിട്ടിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വാ നമുക്ക് ചെയ്യാം, വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അവൾ വന്നു, എനിക്ക് മെഹന്തി ഇട്ട് തന്നു, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തു, വോയിസ് ഓവർ കൊടുത്തു, ഞാൻ പോസ്റ്റ് ചെയ്തു. കുറച്ച് നാളെ എൻ്റെ അക്കൗണ്ടിൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പിൻ ചെയ്ത് വെച്ചിരുന്നു. ഈ പ്രശ്നങ്ങൾ നടന്നതിന് ശേഷമാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ഈ നാട്ടിലുള്ള ഒരാൾ, അതായത് കൃമിക്കുത്ത് ഉള്ള ഒരാൾ എൻ്റെ ഹസ്ബൻഡിന്, അതായത് എൻ്റെ ഇക്കാക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ പറഞ്ഞ കാര്യം ഇതാണ്. ഞാൻ പണ്ട് മെഹന്തി ഇടാൻ പോകുമായിരുന്നു കേട്ടോ, ഇപ്പം ടച്ചൊക്കെ വിട്ടു, എന്നാലും ഏകദേശമൊക്കെ ഇടും, അത്രയൊക്കെ ഉള്ളൂ. അപ്പം അവർ മെസ്സേജ് അയച്ച് പറഞ്ഞതാണ്, അവള് 2000 രൂപ കൊടുക്കാതെ അവൾ ആർക്കും മെഹന്തി ഇട്ട് കൊടുക്കില്ല. അപ്പം അവൾക്ക് 2000 രൂപയുടെ മെഹന്തി അവൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുമോ എന്ന് പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഞാൻ പൈസ ചിലവാക്കുന്നു, ഞാൻ അധിക ചിലവാണ്, ഞാൻ പൈസ അടിച്ചു പിരുത്ത് കളയുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഞാൻ കുറേ നാൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് യൂട്യൂബിൽ നിന്നൊക്കെ ബാക്ക് ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങി, എന്തിനാ ഞാൻ ഇവരെ വാക്കുകളൊക്കെ കേൾക്കുന്നത്? എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളത് എന്താണോ അത് ചെയ്ത് ജീവിക്കണം, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾക്കും കൂടെ പ്രയോറിറ്റി കൊടുക്കണം, മറ്റുള്ളവരെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഈ ഒരു സംഭവം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വീഡിയോസ് എടുക്കുന്ന ടൈമിൽ ഹൈസ് ബേബിയെ ആരാണ് നോക്കാറ്? ഹൈസ് ബേബിയെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നോക്കാറ് ഉമ്മായാണ്. ഉമ്മായും വാപ്പായും കൂടെ ആയിരിക്കും നോക്കുന്നത്. അവൾ കുറച്ചും കൂടെ അറ്റാച്ച്മെന്റ് വാപ്പാരുടെ അടുത്താണ്. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് അവരെ ഏൽപ്പിച്ചിട്ടാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലും എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം എന്നുണ്ടെങ്കിലും അവളെ നോക്കുന്നത് എൻ്റെ ഉമ്മായും അപ്പായാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൈസ് ബേബിയുടെ ഹെൽത്ത് ഒക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നാണ്. ഹൈസ് ബേബിയുടെ ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഇത്രയും ദിവസം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. മെനിഞ്ഞാന്ന് ചെറിയൊരു പനിയും ജലദോഷവും ഒക്കെ പോലെ വന്നു. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ലോക മെഡിസിറ്റിയിലാണ് കാണിക്കുന്നത്. അവളുടെ ബാക്കി ട്രീറ്റ്മെൻ്റ് ഒക്കെ കിംസിലാണ് ഇപ്പോൾ കറൻ്റ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ലോക മെഡിസിറ്റി അടുത്തായതുകൊണ്ട് നമ്മൾ അവിടെയാണ് കാണിക്കുന്നത്. അപ്പം ചെറിയൊരു ശ്വാസമുട്ടലും കഫക്കെട്ടലൊക്കെ പോലെ വന്നു. അവ കൊണ്ട് കാണിച്ചപ്പം ചെറുതായിട്ട് ഓക്സിജൻ ലെവലൊക്കെ താന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നോർമലായി. ഇപ്പം ചെറിയ ബുദ്ധിമുട്ട് ശ്വാസമുട്ടലിൻ്റെയും കഫത്തിൻ്റെതും ഉണ്ട്. മറ്റേത് ഇനിയിപ്പോൾ നമുക്ക് ഓഗസ്റ്റ് 29-നാണ് അടുത്ത കൺസൾട്ടേഷൻ ഡേറ്റ്, അതായത് അടുത്ത എക്കോ ഡേറ്റ്. അതുവരെ സമയമുണ്ട് നമുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യൂട്യൂബ് ചാനലിന് എന്തുകൊണ്ടാണ് അസി ഹസി 25 എന്ന് പേര് വരാൻ കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അസി ഹസി 25 എന്ന് പറയുന്നത്, എൻ്റെ പേര് അസ്ന, ഇക്കാരുടെ പേര് ഹസീൻ. അപ്പം എൻ്റെ പേരിൻ്റെ അസ്നയുടെ ഷോർട്ട് ഫോം അസി, അങ്ങനെ അസ്ന മാറ്റി അസിയാക്കി. പിന്നെ ഹസൈൻ്റെ ഷോർട്ട് ഫോം ഹസി, അപ്പം ഹസീൻ മാറ്റി ഹസിയാക്കി, എന്നിട്ട് അസി ഹസീൻ എത്തും. എന്നിട്ട് നമ്മുടെ ഒരു നമ്പർ ഇടണമല്ലോ, അപ്പം നമ്മളിങ്ങനെ നോക്കിയിട്ട് ചുമ്മാ ഒരു 25 എന്ന് ഇട്ടു. അതാണ് അസി ഹസി 25. അങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ അസി ഹസി 25 എന്ന് വരാൻ കാരണം. അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇയാളുടെ ഹസ്ബൻഡ് വീഡിയോ എടുക്കുന്നതിനും പോസ്റ്റ് ചെയ്യുന്നതിനും ഇതുപോലെ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ സപ്പോർട്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സപ്പോർട്ടാണോ എന്ന് ചോദിച്ചാൽ സപ്പോർട്ടാണ്. എനിക്കുള്ള സപ്പോർട്ടാണ്. എനിക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള കണ്ടന്റുകളൊക്കെ ഇടയ്ക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ നീ വീഡിയോ എടുക്കുന്നില്ലേ, എപ്പോൾ വിളിച്ചാൽ ചോദിക്കും, വീഡിയോ എടുക്കുന്നില്ലേ, വീഡിയോ ഇടണം കേട്ടോ, വീഡിയോ ഇടണം, അങ്ങനെ പറയാറുണ്ട്. പിന്നെ എന്നെ എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ടാണ് കേട്ടോ. ഞാൻ ഡാൻസ് ചെയ്യുന്ന ആയിക്കോട്ടെ, ഞാൻ എന്ത് ചെയ്താലും സപ്പോർട്ടാണ്. നീ ചെയ്യുന്നില്ലേ, നിനക്ക് ചെയ്യാൻ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ, അവരെ ചോദിച്ച് അയച്ചൊക്കെ തരാറുണ്ട് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത്താക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഇത്താരുടെ വീഡിയോസിനെ പറ്റി എന്താണ് അഭിപ്രായം, അവരെയൊക്കെ ഇപ്പൊ കാണാറുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരൊക്കെ സപ്പോർട്ടാണ്. എന്നാലും എന്തു പറയാനാ, നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന വാല്യൂ എനിക്ക് ഒരിക്കലും, നമ്മളതല്ല, ഞാൻ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന വാല്യൂ എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. എനിക്ക് തിരിച്ചു കിട്ടി എന്ന് ഉറപ്പുണ്ടായ രണ്ട് പേരേ ഉള്ളൂ. അവർ മാത്രമേ ഇപ്പൊ എൻ്റെ ലൈഫ് ലോങ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ബാക്കി ആരും നമ്മളെ യൂസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കാം. ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടോ എൻ്റെ സന്തോഷത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നോ എനിക്ക് ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. എന്നെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ സപ്പോർട്ടായിരിക്കാം, എനിക്കറിയത്തില്ല. പിന്നെ എപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാറുമുണ്ട്, സംസാരിക്കാറുമുണ്ട്. ഒരു ഹൈ ബൈ റിലേഷൻഷിപ്പ്. നമ്മൾ ലൈഫിൽ ഫ്രണ്ട്സിനോട് മാത്രമല്ല ആരോടായാലും ഒരു ഹൈ ബൈ റിലേഷൻഷിപ്പ് ആയിരിക്കും നല്ലത്. ഓവറായിട്ട് നമ്മൾ അവരെ സ്നേഹിക്കും തോറും അവർ നമ്മളെ യൂസ് ചെയ്യുന്നതായിട്ട് തോന്നും. എനിക്ക് ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചില സമയമൊക്കെ ഞാനിങ്ങനെ ഉറങ്ങി കിടക്കുമായിരിക്കും. അപ്പോൾ എനിക്കൊരു കോൾ വരും. അപ്പോൾ ഞാൻ കോൾ എടുക്കും. അപ്പോൾ ഞാൻ ഉറക്കത്തിലാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കുമായിരിക്കും. ഉച്ച സമയമൊക്കെ ആയിരിക്കും. ഞാൻ ഉച്ചയ്ക്കൊക്കെ ചില സമയം കിടന്നുറങ്ങാറുണ്ട്. അപ്പം ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫോൺ എടുക്കുമ്പോഴത്തേക്കും എന്താടി ഇത് ഇതുവരെയായിട്ട് സംസാരിക്കാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഇങ്ങനെ സംസാരിച്ച് അവർ ആ വിളിക്കുന്ന വ്യക്തിയുടെ വീടെത്താറാവുമ്പോൾ പറയും, എടി ഞാൻ വീടെത്തിയിട്ടാ പിന്നെ വിളിക്കാം എന്ന് പറയും. അപ്പൊ ഈ മണ്ഡപത്തിയായ എനിക്കിത് ആദ്യം മനസ്സിലാവൂലായിരുന്നു കേട്ടോ. പിന്നെ സ്ഥിരം ഈ ടൈമിൽ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഫോൺ എടുക്കുക, സംസാരിക്കുകയൊക്കെ ചെയ്യുവേ. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഞാൻ ഇവരാരെയും വിളിച്ചു കഴിഞ്ഞാൽ ഇവരാരും ഫോൺ എടുക്കത്തില്ല. അപ്പൊ ഇവരെയൊക്കെ ഞാൻ ഫ്രണ്ട്സ് ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ഞാൻ ഇവരെല്ലാവരും കൂടെ കൂടുന്ന സമയത്തൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിക്കും എന്നെ എന്താ വിളിക്കാത്ത എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി. സ്കൂൾ നാൾ മുതലേ ഈ ഫ്രണ്ട്ഷിപ്പിൽ അവോയ്ഡ് ഉണ്ടാവുന്നത് എനിക്ക് ആദ്യമായിട്ടല്ല. അവോയ്ഡ് ചെയ്യുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാണ് എൻ്റെ സ്കൂൾ ജീവിതമൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഏകദേശം 10th വരെയുള്ള കാര്യമാണ് പറയണത്. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല, അവോയ്ഡ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം എനിക്ക് പിന്നീട് മനസ്സിലാവാൻ തുടങ്ങി എന്നെ അവർ അവോയ്ഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെ അവർ വിളിച്ച ഫോൺ ഇരുന്നാൽ മതി, ഇനി അവരെടുത്ത് സംസാരിക്കും, അങ്ങനെ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥിരം വിളിക്കാൻ തുടങ്ങി കേട്ടോ. സ്ഥിരം വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് കാര്യം മനസ്സിലായി, എന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. അതിനുശേഷം പിന്നെ എനിക്ക് കാര്യം മനസ്സിലായതിനു ശേഷം ഞാൻ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കത്തില്ല. പിന്നെ അതിനുശേഷം പുള്ളിക്കാരിക്ക് മനസ്സിലായി തോന്നുന്നു, പിന്നെ എന്നെ വിളിക്കാറില്ല, ഞാനും അങ്ങോട്ട് വിളിക്കാറില്ല, കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. പിന്നെ എനിക്ക് ആകെ 2 ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അവരുടെ കാര്യങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് 2 പേര് മാത്രമേ ഉള്ളൂ. അവരുടെ കാര്യങ്ങൾ മാത്രം വിളിച്ച് സംസാരിക്കും, എടുക്കും, അങ്ങനെയുള്ള. ബാക്കി ഫ്രണ്ട്സും ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫ്രണ്ട്സുകളുണ്ട്, നല്ല ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ ഇതുപോലെ കാണിച്ച കുറേ പേരും ഉണ്ട്. എന്നാലും എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് 2 പേരേ ഉള്ളൂ. ബെസ്റ്റ് ഫ്രണ്ട്സ് 2 പേരേ ഉള്ളൂ. ഫ്രണ്ട്സസ് ഒരുപാടുണ്ട്. അതിൽ കുറേ ഫ്രണ്ട്സുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. എന്നാലും അതിൽ കുറച്ച് പേരെ കാര്യമാണ് പറഞ്ഞത്, എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്, അതിൽ കുറച്ച് പേരെ കാര്യമാണ് പറഞ്ഞത്. ഒരുപാട് നല്ല ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ബോയ് ഫ്രണ്ട്സും ഉണ്ട്, ഗേൾ ഫ്രണ്ട്സും ഉണ്ട്, ഒരുപാട് നല്ല കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ഉണ്ട്. പക്ഷെ അതിൽ ചിലവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാവരെയും ഉദ്ദേശിച്ചല്ല കേട്ടോ പറഞ്ഞത്. നിങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതിൽ കുറച്ച് പേരെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഫ്രണ്ട്സ് തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചല്ല കേട്ടോ പറഞ്ഞത്. കുറച്ച് പേര്, അതിൽ 3-4 പേര് കാര്യമാണ് പറഞ്ഞത്. എന്നെ അവോയ്ഡ് ചെയ്യുന്ന കുറച്ച് പേരെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ എടുത്തിട്ടില്ല, കാരണം അതിന് ഉത്തരം പറയാനുള്ള സമയം ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ
അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണം. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ. ലൈക്ക് കമന്റ് ഒക്കെ ചെയ്തോളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.